ചില സംഭവങ്ങളെ ചിരിയുടെ രസക്കൂട്ടോടെ അതിമനോഹരമായി അവതരിപ്പിച്ച വെബ് സീരീസാണ് നിതിൻ രജി പണിക്കർ സംവിധാനം ചെയ്ത നാഗേന്ദ്രൻസ് ഹണിമൂൺസ്. നാഗേന്ദ്രൻ്റെയും 5 ഭാര്യമാരുടെയും കഥ പറയുന്ന ചിത്രത്തിൽ ഒരൽപ്പം ഭ്രാന്തുള്ള ലില്ലിക്കുട്ടി എന്ന കഥാപാത്രമായി എത്തിയിരിക്കുന്നത് നടി ഗ്രേസ് ആൻ്റണിയാണ്. അപ്രതീക്ഷിതമായി പൊട്ടിച്ചിരിക്കുകയും കരയുകയും കടന്നാക്രമിക്കുകയും ചെയ്യുന്ന ലില്ലിക്കുട്ടിയെ കണ്ടവരെല്ലാം പറഞ്ഞത് മലയാളത്തിന് നഷ്ടമായ കൽപ്പന എന്ന ചിരിക്കുടുക്ക തിരിച്ചു വന്നതുപോലെയുണ്ട് എന്നാണ്. ഗ്രേസ് ആൻ്റണിയെ ഉർവശിയോടും കൽപ്പനയോടും ബിന്ദു പണിക്കരോടുമൊക്കെ ആരാധകർ ഉപമിക്കുമ്പോഴും ഒരിക്കലും അവരുടെ അഭിനയ മികവിനൊപ്പം എത്താൻ തനിക്ക് കഴിയില്ല എന്നാണ് ഗ്രേസ് ആൻ്റണി പറയുന്നത്. നാഗേന്ദ്രൻസ് ഹണിമൂൺസ് കണ്ടിട്ട് ദിലീപ് പറഞ്ഞതും മലയാളത്തിൽ കോമഡി ചെയ്യുന്ന അഭിനേത്രികളുടെ വിടവ് ഗ്രേസ് നികത്തി എന്നാണ്. പ്രധാനമായും 6 നായികമാരുള്ള സീരീസ് കണ്ട് തീർക്കുമ്പോൾ ഏറെ ഓർത്തു വയ്ക്കപ്പെടുന്ന കഥാപാത്രങ്ങളിൽ ഒന്നാണ് ലില്ലിക്കുട്ടി. നാഗേന്ദ്രൻ രണ്ടാമത്തെ വിവാഹം കഴിക്കുന്ന സ്ത്രീയായിരുന്നു അവൾ. പത്തനംതിട്ടയിലെ റാന്നിയിലെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ലില്ലിക്കുട്ടി ജീവിക്കുന്നത്. അവിടെ തൻ്റെ 16ാമത്തെ പെണ്ണ് കാണലിന് ശേഷം കല്യാണം നടക്കാതെ കഴിയുകയാണ് അവൾ. 38 വയസ്സായിട്ടും മകളുടെ കല്യാണം നടക്കാത്തതിൽ വിഷമത്തിലാണ് ലില്ലിക്കുട്ടിയുടെ അപ്പൻ. മാനസിക വെല്ലുവിളിയുള്ള തൻ്റെ മകളുടെ കല്യാണം നടത്താൻ സാധിക്കാത്തതിൽ മകനെ കുറ്റപ്പെടുത്തുകയാണ് അയാൾ. പെങ്ങളുടെ കല്യാണം നടന്നാൽ മാത്രമേ തനിക്ക് അപ്പൻ്റെ സ്വത്ത് ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന ലില്ലിക്കുട്ടിയുടെ ചേട്ടൻ അവൾക്ക് പറ്റിയ ചെക്കനെ കണ്ടെത്തുകയാണ്. ഇതാണ് ലില്ലിക്കുട്ടിയിലേക്ക് പോകുമ്പോൾ ഉള്ള കഥ പറയുന്നത്. ആ ഒരു കഥാപാത്രത്തെ വളരെ മനോഹരമായിട്ടാണ് ഗ്രേസ് ആൻ്റണി അവതരിപ്പിച്ചിരിക്കുന്നത്. പലപ്പോഴും ആ കഥാപാത്രത്തിൻ്റെ പ്രവൃത്തി മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കൽപ്പനയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഫാസിലിൻ്റെ സംവിധാനത്തിലെത്തിയ വിസ്മയത്തുമ്പത്തി എന്ന സിനിമയിലെ കൽപ്പനയുടെ മായയെ ഓർമ്മിപ്പിക്കുന്ന കഥാപാത്രമായിരുന്നു ലില്ലിക്കുട്ടി. ഒരുപക്ഷേ ഈ വെബ് സീരീസിൽ ആളുകളെ ചിരിപ്പിച്ച കഥാപാത്രവും അതുതന്നെയായിരുന്നു, അതായത് ഗ്രേസ് ആൻ്റണിയുടേത്. ഗ്രേസ് ആൻ്റണി ആയിരുന്നു സീരീസിൽ ലില്ലിക്കുട്ടിയായി എത്തിയിരുന്നത്. തനിക്ക് ലഭിച്ച കഥാപാത്രത്തെ വളരെ മികച്ചതായി തന്നെ അവതരിപ്പിക്കാൻ ഗ്രേസിന് സാധിച്ചിട്ടുമുണ്ട്. 2016 ഹാപ്പി വെഡിങ് എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറിയ താരമാണ് ഗ്രേസ് ആൻ്റണി. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ താരം തൻ്റെ പ്രകടനം കൊണ്ട് വളരെ പെട്ടെന്ന് ശ്രദ്ധേയായി മാറിയിരുന്നു. വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇൻഡസ്ട്രിയിൽ തൻ്റെതായ ഇടം നേടാൻ ഗ്രേസിന് സാധിച്ചിട്ടുണ്ട്. താരത്തിന്റെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായി ഇനി ലില്ലിക്കുട്ടിയെയും കാണാൻ സാധിക്കും. സുരാജ് വെഞ്ഞാറമൂട് നായകനായി എത്തിയ നാഗേന്ദ്രൻസ് ഹണിമൂണിലൂടെ വെബ് സീരീസ് രംഗത്തും തന്റെ കയ്യൊപ്പ് പതിപ്പിച്ചിരിക്കുകയാണ് നിതിനും. ലില്ലിക്കുട്ടി എന്ന കഥാപാത്രം എഴുതി ഒരു ഘട്ടമെത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഉർവശി ചേച്ചിയുടെ മുഖമാണെന്നാണ് നിതിൻ പറഞ്ഞിരുന്നത്. ആ കഥാപാത്രത്തിന്റെ മാനറിസങ്ങളെല്ലാം ഉർവശി ചേച്ചി ചെയ്യുന്നതായി സങ്കല്പിച്ചാണ് പിന്നീട് എഴുതിയത്. പക്ഷേ ചേച്ചിക്ക് വയ്യാത്തതിനാൽ ആ കഥാപാത്രത്തെ ചെയ്യിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഗ്രേസ് ആൻ്റണിയിലേക്ക് എത്തിച്ചേർന്നത് എന്നാണ് നിതിൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിതിൻ ഈ വെബ് സീരീസിന് ഏറ്റവും കൂടുതൽ ആ ഒരു വെബ് സീരീസ് കണ്ട പ്രേക്ഷകർക്കും സമ്മാനിച്ച ഒരു വലിയ കഥാപാത്രം അല്ലെങ്കിൽ ഏറ്റവും നല്ല കഥാപാത്രമാണ് ഗ്രേസ് ആൻ്റണി എന്ന ലില്ലിക്കുട്ടി.